യോ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ടോപ്പ് 4 ഓപ്പൺ വേൾഡ് സർവൈവൽ ആക്ഷൻ ഗെയിംസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ അവസാനം ഇട്ട വീഡിയോ അതൊരു ഗെയിം പ്ലേ ആയിരുന്നു. അതിനാണ് നമ്മളുടെ ഇപ്പോൾ വച്ചതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കയറിയത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് വൺസ് ഹ്യൂമൻ ആണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഒരു ഗെയിം പ്ലേ വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ റീച്ച് കയറിയൊരു ഗെയിം പ്ലേ. അപ്പോൾ അധികമൊന്നും കയറിയിട്ടുള്ള ഒരു 125 കയറിയിട്ടുള്ളൂ. അതന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണുക. നമ്മുടെ ഫസ്റ്റ് ഗെയിമായിട്ടുള്ള വൺസ് ഹ്യൂമൻ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ അതിൽ ഗെയിം പ്ലേ കണ്ടു തന്നെ മനസ്സിലാവും. ഒരു നല്ലൊരു ഗെയിം തന്നെയാണ്. ഇതിൻ്റെ ട്രെയിലറാണിത്. നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് എർത്ത് റിവൈവർ. ഇതിൻ്റെ ഗെയിം പ്ലേ നമ്മൾ വഴുകാണ്ട് തന്നെ ഇടുന്നതായിരിക്കും. ഈ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഹൈ ഗ്രാഫിക്സാണ്, സ്റ്റോറി മോഡ് ഗെയിമാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഗെയിമാണ്. അതുകൊണ്ട് നമ്മുടെ വൺസ് ഹ്യൂമൻ കളിക്കുന്ന പോലെ ഇതിന് VPN ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇന്ത്യൻ സെർവറിലും കളിക്കാവുന്ന ഗെയിമാണ്. ഗ്രാഫിക്സ് വൈസ് നോക്കുകയാണെങ്കിലും ഗെയിം കിട്ടില്ലെന്ന് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ട്രെയിലറാണെന്ന് മനസ്സിലാവും. ഇതൊരു നമ്മളൊരു ബേസൊക്കെ ബിൽഡ് ചെയ്യണം. കൂടാണ്ട് മൊത്തം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കും. അഥവാ അതിപ്പോൾ നടക്കുന്ന കാര്യങ്ങളല്ല, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇതിൽ നിന്ന് എണീക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ ഗെയിമിൻ്റെ സ്റ്റോറി വൈസൊക്കെ നോക്കുമ്പോൾ കിട്ടില്ലാണ്. ഞാൻ ഇതൊരു പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗെയിം പ്ലേ എന്നിട്ടുള്ള വഴി കണ്ട് തന്നെ വരുന്നതായിരിക്കും. കിടിലം ഗെയിമാണ്. കിടിലം കുറേ വില്ലൻസും ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് നിങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു ഗെയിമാണ് പാൽ വേൾഡ് മൊബൈൽ. അത് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല എന്നറിയാം. കാരണം ഇതിൻ്റെ മൊബൈലൊന്നും ആരും വരുന്നൂടി കരുതിയിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് ക്രാഫ്റ്റനാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും എൻ്റെ മൊബൈലിൽ ഇത് ചെയ്യുന്നത് ക്രാഫ്റ്റനാണെന്ന്. ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാലും ഗെയിം എന്തായാലും ഒരു നല്ല രീതിയിൽ തന്നെ ഗ്രാഫിക്സൊക്കെ അതേപടി തന്നെ നിർത്തിയിട്ടായിരിക്കും അവരെടുക്കുന്നത്. കാരണം ക്രാഫ്റ്റനാണ് ചെയ്യണത്. അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാവും. അവർ വിട്ടുവീഴ്ചയില്ലാണ്ട് തന്നെ അതിൽ ഗ്രാഫിക്സ് ഇമ്പ്രൂവ്മെൻറ്റ് നോക്കും. ഗെയിം സ്റ്റോറി ലൈനൊക്കെ അതുപോലെ തന്നെയാണ് പോകുന്നത്. പിന്നെ ഈ ഗെയിം ഇഷ്ടപ്പെടാത്തവരായിട്ട് അധികം ആരുമില്ല എന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഗെയിമാണ് ARK മൊബൈൽ സർവൈവർ. അത് ഈ ഒരു ഗെയിമിനെ പറ്റി അറിയാത്തവരായിട്ട് അധികം ആരുമില്ല. ഇതിപ്പോൾ ഇറങ്ങിയ ഗെയിമൊന്നുമല്ല. എന്നാലും ആക്ഷൻ സർവൈവൽ ഗെയിംസിൻ്റെ കൂടെ ഇതെന്തായാലും ചേർക്കണം. കാരണം അത്രയും കിട്ടുന്ന ഗെയിമാണ്. ഇതിൻ്റെ ഗെയിം പ്ലേ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇത് മൊബൈൽ ഗെയിം പ്ലേ തന്നെയാണ്. ഗ്രാഫിക്സ് ഇത്രയും തന്നെ ഉണ്ടാവും. പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയും നേരമായിട്ട് കണ്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ കുറേ നാളെ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്, കുറേ അല്ല എന്നാലും ഒരു 5-6 വീഡിയോ കിട്ടുമെങ്കിലും ഒന്നിനും നമുക്ക് ലൈക്ക് കിട്ടിയിട്ടില്ല, ഒരു ലൈക്ക് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുക.